ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. നമ്മൾ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ ഇല്ലേ, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ളതൊക്കെ ചേർത്ത് അതിനെ ഒരു ഊത്തപ്പം മോഡലാക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നമ്മൾ നോക്കുമ്പോഴാണ് അതിനകത്തേക്ക് ഈ ഒരു പൊടി വേണം, ചാട്ട് മസാലയൊക്കെ വേണം. അത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകത്തില്ല. അപ്പോൾ അതിന് പകരം ഞാൻ എന്താ ചെയ്തതെന്നറിയാമോ? ഒരു 3 സ്പൂൺ ദോശപ്പൊടി എടുത്തു. ദോശ മുക്കി കഴിക്കുന്ന പൊടിയില്ലേ, അതിനകത്തോട്ട് 1 സ്പൂൺ രസം പൗഡർ ഇട്ടു, മിക്സ് ചെയ്തെടുത്തു. സൂപ്പറായിരുന്നു. അത് വെച്ച് ചെയ്ത് നോക്കണം നിങ്ങളങ്ങനെ, നല്ല ടേസ്റ്റാണ്. നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. മാവൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സവാള കൊത്തിയരിഞ്ഞു, ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മല്ലിയില, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് ടൊമാറ്റോ, തക്കാളിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്, റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. ആ പൊടിയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് മാവ് ഉണ്ട്, കുറച്ച് ബട്ടർ വേണം കേട്ടോ, അതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കാനാണ്. പിന്നെ മാത്രമല്ല, ഈ ദോശക്കല്ലിൽ തേക്കാനായിട്ട് കുറച്ച് നെയ്യും വേണം. അപ്പോൾ ദോശക്കല്ല് ചൂടായി കഴിയുമ്പോൾ നമ്മൾ നെയ്യ് തേച്ചു, ദോശ ഒഴിച്ചു, മാവ് ഒഴിച്ചു. ഇതെല്ലാം തീ കുറച്ച് വേണം ചെയ്യാൻ. അതിനകത്തേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ്, തക്കാളി ഇട്ട് കൊടുക്കുകയാണ്, പൊടി വിതറി കൊടുക്കുക. അതിനുശേഷം ഈ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും തൂവി കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാരറ്റും പൊടിയായി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തീ ഇത്രയും നേരം കുറഞ്ഞ് തന്നെ ഇരുന്ന് പെട്ടെന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ആ പച്ച മാവിൽ തങ്ങി നിൽക്കും. നമ്മൾ എന്നിട്ട് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. തീ കുറച്ചൊന്ന് ചൂടാക്കാം, കൂട്ടാം. എന്നിട്ട് ഈ ബട്ടർ ഒന്ന് ഉരുകുന്നതാണ് അതിൻ്റെ ഒരു പാകം. അപ്പം നമ്മൾ അതെല്ലായിടത്തും ഒന്ന് എത്തിച്ചു കൊടുക്കുക, ഈ ബട്ടർ. അപ്പോൾ അതിൻ്റെ ഒരു ചൂടിലാണ് ഈ പച്ചക്കറിയൊക്കെ വേവുന്നത് കേട്ടോ. അപ്പോൾ ദോശയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അത് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെന്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് മറിച്ചിടുക, എടുക്കുക, നമുക്ക് ദോശ എടുക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കല്ല് ചൂടായിരിക്കുകയാണ്. വീണ്ടും തീ കുറയ്ക്കുക, കുറച്ച് വെള്ളം തിളപ്പിക്കുക. അപ്പം തീ കുറയും, ചൂട് കുറയും. പിന്നെയും നെയ്യ് തേച്ചതിന് ശേഷം ദോശമാവ് ഒഴിക്കുക. ഇതെല്ലാം ഈ പ്രോസസ്സ് ഒന്നുകൂടെ ചെയ്യുക. ഇതിനൊരു പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല കേട്ടോ, എല്ലാം അതിനകത്ത് വരണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നല്ല പ്രസ് ചെയ്ത് കൊടുക്കുന്നവരേക്കും തീ കുറഞ്ഞ് തന്നെ ഇരിക്കുക. ബട്ടർ ഇടുക, പുരട്ടുക, മറിച്ചിടുക. അപ്പം വെന്തതിന് ശേഷം എടുക്കുക. അപ്പം ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. നമുക്ക് നല്ല ഊത്തപ്പം കിട്ടും. ഈ ഊത്തപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ടേസ്റ്റി ആയിട്ടൊരു ചട്നിയും വേണം. ചട്നിക്ക് ഞാൻ ചെയ്തത് എന്താണെന്നറിയാമോ? കുറച്ച് തേങ്ങ ചട്നിയാണല്ലോ എല്ലാവരും ചെയ്യുന്നത് മോസ്റ്റ്ലി. തേങ്ങ ചട്നി, തേങ്ങയിൽ കുറച്ച് കൊച്ചുള്ളിയും പച്ചമുളകും പുതിന ഇലയും ഇട്ട് അരച്ചു, ഉപ്പും ഇട്ട് അരച്ചതിന് ശേഷം അതിനെ ഒന്ന് കടുവറുത്തെടുത്തു. ഭയങ്കര ഗംഭീര ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഊത്തപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ. എല്ലാ കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയുമായിട്ടൊക്കെ കാണാം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. ബൈ.